ജൻസി പ്രക്ഷോഭ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിന് അയവില്ല. മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ഫൈസൽ കരീം മസൂദിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. ബംഗ്ലാദേശിലെ സാഹചര്യം ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. സംഘർഷത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ ന്യായമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഇൻകുലാബ് മഞ്ച് സ്ഥാപക നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പലയിടത്തും സംഘർഷം തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. സംഘർഷത്തിനിടെ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രസ്താവന ബംഗ്ലാദേശ് തള്ളിയിരുന്നു. സംഘർഷത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ ന്യായമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. മുഹമ്മദ് യൂനുസ് സർക്കാർ ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ പ്രസ്താവനകൾ നടത്തുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കെതിരായ പ്രസ്താവന നിരുത്തരവാദിത്തപരമെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സുരക്ഷയുറപ്പാക്കാൻ ഇന്ത്യ ആവശ്യമായതെല്ലാം ചെയ്യണമെന്നും RSS മേധാവി മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.